ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു ചുരിദാർ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പം ആദ്യം തന്നെ നമ്മളെടുത്തിട്ടുള്ള ചുരിദാർ ഡബിൾ ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. അതിനുശേഷം അളവുകൾ ഇതിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ആദ്യം തന്നെ നെക്ക് ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് ലെങ്ത്ത് ഞാൻ 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നെക്ക് ലെങ്ത്തും നെക്ക് വിഡ്ത്തൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ ആ ഒരു അളവ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ നെക്ക് ലെങ്ത്ത് ഇവിടെ 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നെക്ക് ലെങ്ത്ത് വന്നിട്ടുള്ളത് 2.5 ആണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. നെക്ക് വിഡ്ത്ത് 2.5 അടയാളപ്പെടുത്തിയതിന് ശേഷം അതൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്ക് ലെങ്ത്തും കൂടി ഒന്ന് മുകളിലേക്കായിട്ട് വരച്ചു കൊടുക്കാം. അത് 6 ഇഞ്ച് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഷോൾഡറാണ് അടയാളപ്പെടുത്താനായിട്ട് പോകുന്നത്. ഷോൾഡർ നമ്മൾ അളവിനെടുത്തിട്ടുള്ള ഡ്രസ്സിൻ്റെ ഷോൾഡർ ആദ്യം ഒന്ന് അളന്ന് നോക്കാം. അത് അളന്നിട്ട് എനിക്കിപ്പോൾ 4 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ആ 4 ഇഞ്ച് നമ്മൾ നെക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് അതിന് തൊട്ടപ്പുറത്തായിട്ട് 4 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി അടുത്തത് ആം ഹോളാണ് അടയാളപ്പെടുത്തേണ്ടത്. ആം ഹോള് നമ്മൾ അളവിനെടുത്തിട്ടുള്ള ഡ്രസ്സിൻ്റെ ആം ഹോൾ ഇതുപോലെ വെച്ചൊന്ന് അളന്ന് നോക്കാം. 7.5 ഇഞ്ചാണ് ആം ഹോൾ വന്നിട്ടുള്ളത്. ആ ഒരു 7.5 ഇഞ്ചും ഞാനിതിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഷോൾഡർ അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് താഴേക്കായിട്ട് ഒരു 7.5 ഇഞ്ച് ആം ഹോൾ അടയാളപ്പെടുത്തി നേരെ സ്ട്രൈറ്റ് താഴേക്ക് വരച്ചു കൊടുക്കാം. ആം ഹോൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇനി അടുത്തതായിട്ട് ചെസ്റ്റ് റൗണ്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ചെസ്റ്റ് റൗണ്ട് നേരെ ഇതുപോലെ ടാപ്പ് പിടിച്ചതിന് ശേഷം ആം ഹോൾ ഈ ഒരു അറ്റത്ത് നിന്ന് മറ്റേ ആം ഹോളിൻ്റെ അറ്റം വരെ ഇതുപോലെ ടാപ്പ് പിടിച്ചതിന് ശേഷം എത്രയാണോ അളവ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് 22 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല. നമ്മൾ തുണി ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കിയത് കൊണ്ട് ഇതിൻ്റെ നേരെ പകുതി 11 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 11 ഇഞ്ചും അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 12 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആം ഹോൾ അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് നേരെ ഒരു 12 ഇഞ്ച് അങ്ങോട്ട് വരച്ചു കൊടുക്കാം. ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം അടുത്തതായിട്ട് ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഷേപ്പ് വന്നിട്ടുള്ളത് ഇവിടുന്ന് നേരെ താഴേക്ക് 13 ഇഞ്ച് എടുക്കുക. എന്നിട്ട് അവിടുന്ന് നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ടായിട്ടില്ലേ, ആ ചെസ്റ്റ് റൗണ്ടിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. 12 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് എടുത്തത് നമ്മളൊന്ന് 11 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് താഴേക്കായിട്ട് ഒരു 13 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി കൊടുക്കാം. ഏറ്റവും അടിഭാഗത്ത് ഫ്ലെയർ 13 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇത് വരച്ചു കഴിഞ്ഞാൽ ആം ഹോള് ഒരു 1.5 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി അതും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ ഭാഗം ഒഴിവാക്കി വിട്ടതിന് ശേഷം ആം ഹോൾ മുതൽ അടിയിൽ ഫ്ലെയർ വരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ബോഡി പാർട്ടിൻ്റെ ആം ഹോള് ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്ന ക്ലോത്തിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു അളവ് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീവ് റൗണ്ട് ആം ഹോളിൻ്റെ അളവ് എടുത്തിട്ടില്ലേ, ആ ഒരു അളവിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടിക്കൊടുത്തിട്ട് ആ ഒരു അളവ് അടയാളപ്പെടുത്തിയാലും മതിയാവും. ഞാനിപ്പോൾ ഇത് വലിച്ചിട്ട് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗത്തായിട്ട് സ്ലീവ് റൗണ്ട് എത്രയാണോ അത് അടയാളപ്പെടുത്തി കൊടുക്കാം. 7 ഇഞ്ചാണ് ഞാൻ സ്ലീവ് റൗണ്ട് എടുത്തിട്ടുള്ളത്. ഇനി അവിടുന്ന് മുകളിലേക്കായിട്ട് ആം ഹോളിൻ്റെ അടുത്തേക്കായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. വരച്ചതിന് ശേഷം ഇത് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പം ഇത്രയേ ഉള്ളൂ സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ. ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കട്ടിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ.